ഹലോ ഗായ്സ്, എന്നപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് പ്രൈവറ്റ് ബസ് കണ്ടാണ് നമ്മളൊരു ഓട്ടമെന്നും പറയാൻ പറ്റില്ല, ഒരു ടൂറെന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പം ഒരു സ്റ്റാൻഡ് അങ്ങനെ ഇപ്പോൾ പോവാണ്. നമ്മൾ പകുതി വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളൊരു സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കുന്നില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഫുള്ളായിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ്. ചിലപ്പം നമ്മൾ സ്റ്റാൻഡ് വീഡിയോ ഒന്നും സെക്കൻഡ് പാർട്ട് ഇടലില്ല. അതുകൊണ്ട് അത് വീഡിയോ അങ്ങനെ ഇടയില്ല. അതുകൊണ്ടാണ്. എന്നപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാം. നമുക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോകാം. ഇത് നമ്മളിനി ഹൈവേ റൂട്ടിലാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് സ്പീഡ് പോകാം. അത്യാവശ്യം മോഡിഫൈഡൊക്കെ ഉള്ളതാണ്. നെയിം ബോർഡൊക്കെ ഉണ്ട്. നെയിം ബോർഡ്, അടിയിൽ സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം ഉണ്ട്. എല്ലാം അങ്ങനെ നമ്മൾ പോവാണ്. ഇത് BS3 പഴയ അശോക് ലേലാൻഡ് BS3 സ്റ്റിയറിങ് എൻജിനും BS3 ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പോവാണ്. ചേസിൻ്റെ മോഡ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതിൻ്റെ വീഡിയോ ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ചേസ് ഓടിക്കുന്നത് ആണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കമ്മിങ് സൂണാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സ്പീഡ് പോകാം. ഇവിടെ വേണം, എത്ര സ്പീഡിൽ വേണം പോകാം. പക്ഷേ ഈ ബസ്സിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ സ്പീഡിൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ 190 ആ സ്പീഡിലൊക്കെ പോകുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ സാധാ പ്രൈവറ്റ് ബസ്സിന് 40, 50, 60 അതൊക്കെയാണ്. ഇത് ജെറ്റ് ബസ്സിൻ്റെ സ്പീഡായതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡ് കൂടുന്നത്. ഒന്നപ്പോൾ നമുക്ക് പോകാം. നമ്മൾ ഒരു ഹൈവേ കൂടെ തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഒരു ടൗൺ ഏരിയ അവിടെയൊക്കെ എത്തുമ്പോഴേക്കും അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഫുള്ള് വീഡിയോ എടുക്കാനാവില്ല. അന്നേരം ലോങ് വീഡിയോ ആയിപ്പോവും. നമ്മളൊരു ഷോർട്ട് വീഡിയോ അല്ല, ലോങ് വീഡിയോ അല്ല, അങ്ങനെയുള്ളൊരു വീഡിയോ ആണിത്. നമ്മളിതാ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുക്കലുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വെറുതെ ഫ്രീ ആണെന്ന് തോന്നുന്നു. ചില ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുക്കണ്ട, ചില ചെക്ക് പോസ്റ്റിലൊക്കെ പൈസ കൊടുക്കണം. നമ്മൾ ഫോർ ഇൻഡിക്കേറ്ററും വൈപ്പറും എല്ലാം ഇട്ടിട്ടാണ്. രാത്രി ലൈറ്റൊക്കെ ഇട്ട് നെയിം ബോർഡും സ്ട്രിപ്പ് ലൈറ്റും എല്ലാം ഓണാക്കിയിട്ടുണ്ട്. അത്യാവശ്യം മോഡിഫൈഡാണ്. നമ്മളിതാ ഇപ്പോൾ ടൗൺ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. മാപ്പ് ലോഡായാലും നമ്മൾ ഒന്ന് ഓണാക്കിയതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പാലം കയറുകയാണ്. ഈ റോഡുമ്പോൾ ചിലപ്പം ലേശം തിരക്കുണ്ടാവും. കണ്ടോ, പറഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് KSRTCൻ്റെ ലൈനിൽ കയറാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലേ നമുക്ക് സൈലൊക്കെ പോയിരുന്നു. അതിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. KSRTCന് മാത്രം സഹിച്ചാൽ മതി. ഇത് നമ്മൾ കേരളത്തിൽ KSRTC അല്ല, നമ്മളെ ഇന്തോനേഷ്യയിലുള്ള KSRTC ആണ്. അതൊക്കെ പോലീസുകാരന് പോയി കിട്ടി. അതുകൊണ്ട് നമുക്ക് ഇനി എയർ ഹോണൊക്കെ അടിച്ചു പോകാം. നമുക്ക് എയർ ഹോൺ അടിക്കാൻ കുറേ എയർ ഹോണൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ കേക്കായിട്ടാണ് ഞാൻ സൗണ്ട് മ്യൂട്ടാക്കിയിട്ടിട്ടാണ്.
അപ്പം നമുക്ക് ഇനി ഞാനൊരു വീഡിയോയിൽ കൊണ്ടുപോകുന്നുണ്ട് എയർ ഹോൺ ഉള്ളത്. ഒരു ട്രാഫിക് ഇതൊക്കെ പെട്ടെന്ന് കഴിയുന്നുണ്ട് ഗൈസ്. ഇവിടുത്തെ ട്രാഫിക്കൊക്കെ നമുക്ക് ലേശം പുറത്തെ വ്യൂ ആണ് ഗൈസ്. ഗൈസ് ഇപ്പം തട്ടിക്കഴിഞ്ഞു. അതൊക്കെ ആ ടെമ്പോക്കാരൻ്റെ കലാവിരുദ്ധങ്ങളാണ്. നമ്മൾ എന്തായാലും അങ്ങനെയൊക്കെ പോകാനാവും. നമ്മളെ റോഡ് സൈഡിൽ കൂടെയാണ്, ഞാൻ വന്ന സൈഡിൽ കൂടെയാണ് റിയൽ വണ്ടി എടുക്കേണ്ടത്. പക്ഷേ ഓയിലൊക്കെ എന്തോ കളിയും കളിച്ച് വരികയാണ്. മറ്റേത് അപ്പുറത്തേക്ക് തിരിയേണ്ടത്, അത് പുറത്തേക്കും വലിയ അങ്ങനെ വന്നിട്ടാണ് നമ്മൾ കുടുങ്ങിപ്പോയത്. ഓട്ടോറിക്ഷൻ്റെയും ഫോർച്യൂണറിൻ്റെയും ബാക്കപ്പം പൊളിയാൻ. നമ്മളത് ഫ്രണ്ടാണ് പൊളി. അതൊന്നും പ്രശ്നമല്ല ഗൈസ്. എന്നാലും നമ്മളോട് ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊക്കെ ഒരു ടൗണിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നുള്ളത്. അതുകൊണ്ട് ലോങ് വീഡിയോ ഒന്നും ആയിരിക്കില്ല, പക്ഷേ എന്നാലും ഒരു അത്യാവശ്യം ഒരു 10-9 മിനിറ്റൊക്കെ ഉള്ള ഒരു നോർമൽ വീഡിയോ. നമ്മളധികം ലോങ് വീഡിയോ ആക്കി വെറുപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പാർട്ടായിരിക്കും ഇവിടെ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ വഴി തെറ്റിപ്പോയി ഗൈസ്. നമ്മളോട് വഴി തെറ്റിപ്പോയി. നമ്മളിങ്ങനെ വട്ടം കറങ്ങിയായിട്ട് പോവായിരുന്നു. യൂ ടേൺ അടിക്കുന്നതാണ്. എന്തൊരു യൂ ടേണാണ്. MGൻ്റെ ഒരു ഇലക്ട്രിക് ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല കട്ട ബ്രേക്കാണ്. അതൊക്കെ വന്ന് ബ്രേക്ക് അടിച്ചാൽ നമ്മൾ ഒരു ഇതും ഉണ്ടാവില്ല. അവിടെ പോയി ഓല വയ്യി പോയി കുത്തുക, അത്ര തന്നെ, വേറെ ഒന്നും ഉണ്ടാവില്ല. എഞ്ചിൻ വെള്ളിമൂങ്ങിയൊക്കെ അത് ഗൈസ്. ഓലൊക്കെ ബ്രേക്ക് അടിച്ചാൽ അവിടെ പോയി നമ്മൾ കുത്തും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പറഞ്ഞിട്ടും കാര്യമില്ല. ഓലവിടെ 4 ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി ഓഫ് ആയിക്കോളും. ഇപ്പോൾ കൊണ്ടുവച്ച് MGൻ്റെ വയ്യിൽ പോയി വണ്ടി കുത്തുമായിരുന്നു ഗൈസ്. ഭാഗ്യം കൊണ്ട് അത് കുത്തിയില്ല. പിന്നെയും വഴി തെറ്റി ഗൈസ്. ഞാനിത് മാപ്പ് നോക്കാണ്ട് ഇങ്ങനെ പോവാണ് ഗൈസ്. പോലീസുകാരെ ഇവിടെ വഴി പെട്ടാലാണ് പ്രശ്നം. എയർ ഹോൺ അടിക്കുമ്പോൾ അത് പ്രശ്നം. അപ്പുറത്തേക്കായിരുന്നു സ്റ്റാൻഡ്. പക്ഷെ നമ്മൾ റിപ്പയറിങ് ഷോപ്പിലേക്കായി പോയി വണ്ടി തിരിച്ചത്. ഇനി ഇത് മറ്റേ ഇവിടേക്ക് തന്നെ, സ്റ്റാൻഡിലേക്ക് തന്നെ. ഈ റൂട്ടിനാണ് നമ്മൾ കയറേണ്ടത്. BS3. ഇന്നിപ്പം നമ്മുടെ വീഡിയോ ഇവിടെ നിന്ന് ഇപ്പം വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റാൻഡിൽ അതൊന്ന് തിരിഞ്ഞിട്ട് നമുക്ക് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യാം. ഇന്നിപ്പം നമ്മൾ അത് തിരിയാണ്. ഈ ബസ് വേഗം മറയും ഗൈസ്. ചിലപ്പോൾ വലിയ വളവൊക്കെ വരുമ്പോൾ തിരിച്ചായിട്ട് പിടിക്കുമ്പോൾ വണ്ടി മറിഞ്ഞാണ്. എന്നപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെക്കൻഡ് പാർട്ടുമായി വരുന്നവരേക്കും മറ്റൊരു വീഡിയോയുമായി കാണാം. എന്നപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ചോനെ നെയിം ബോർഡിന് എന്തായി, ഇനിയിപ്പോൾ അത് മാറ്റാൻ പോകണം ഗൈസ്. എന്നപ്പം മറ്റൊരു വീഡിയോ ആക്കും. ബൈ ടാറ്റാ.